അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, തയമ്മുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് തയമ്മം ചെയ്ത് നമസ്കരിച്ചു. തയമ്മം ചെയ്ത് നമസ്കരിച്ച ശേഷം നമുക്ക് വെള്ളം കിട്ടി, വെള്ളം കണ്ടു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഹദീസിൽ കൃത്യമായി വിഷയവുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട്. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്, റജുലാനി ഫിസ് സഫർ ഖറജ റജുലാനി ഫിസ് സഫർ, രണ്ട് പേർ ഒരു യാത്രയിൽ പുറപ്പെട്ടു. ഫഹളറത്തിസ് സ്വലാത്തു വലൈസ മഅഹുമാ മാ, ആ നിസ്കാര സമയത്തിയപ്പോൾ അവർക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല. ഫതയമ്മമ സുഈദൻ തുയ്യിബ ഫസല്ലയ, അങ്ങനെ ഒരു ശുദ്ധമായ പ്രതലത്തിൽ അടിച്ച് അവർ തയമ്മം ചെയ്ത് അവർ നിസ്കരിച്ചു. സുമ്മ വജദൽ മാഅ ഫിൽ വഖ്ത്, എന്നാൽ ആ സമയം അഥവാ ലുഹർ, ഉദാഹരണത്തിന് ലുഹർ ആണെങ്കിൽ ആ ലുഹറിന്റെ സമയം തീരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വെള്ളം കിട്ടി. ഫഅദ അഹദുഹുമ സ്വലാ വൽ വുളൂഅ വലം യുഅദിൽ ആഖർ, ആ ഒരാൾ അതിൽ ഒളിവെടുത്ത് വീണ്ടും നിസ്കരിച്ചു, മറ്റൊരാൾ നിസ്കരിച്ചില്ല. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തെത്തി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ തയമ്മം കൊണ്ട് തന്നെ നമസ്കരിച്ച ആളോട് പറഞ്ഞു, അസബത സുന്ന വജസഅതക സ്വലാ, നീ സുന്നത്തെടുത്തിരിക്കുന്നു, നിനക്ക് നിസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട്. എന്നാൽ രണ്ടാമത് ഒളിവെടുത്ത ശേഷം പിന്നെ നിസ്കരിച്ച ആളോട് പറഞ്ഞു, ലക്കൽ അജ്റു മർറത്തൈനി, നിനക്ക് രണ്ട് നിസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, വെള്ളമില്ലാത്ത പക്ഷം ഒളുവെടുത്ത് തയമ്മം ചെയ്ത് നമ്മൾ നമസ്കരിക്കുന്നു എന്ന് കരുതുക. പിന്നെ വെള്ളം കിട്ടിയപ്പോൾ ഒളു ചെയ്ത് നമസ്കരിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ആ സമയം കഴിയുന്നതിന് മുമ്പ്, അതായത് ളുഹറിന്റെയോ അസ്റിന്റെയോ മഗ്രിബിന്റെയോ ഇഷാഇന്റെയോ ഒക്കെ സമയം കഴിയുന്നതിന് മുമ്പ് വെള്ളം ലഭിക്കുന്ന പക്ഷം ഒളു ചെയ്ത് നമസ്കരിച്ചാൽ തയമ്മം ചെയ്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലവും കിട്ടും, ഉളു ചെയ്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലവും കിട്ടും. ഇനി അതല്ല, തയമ്മം ചെയ്ത് നിസ്കരിച്ചത് മതി എന്ന അർത്ഥത്തിലാണെങ്കിൽ അവൻ ആ സുന്നത്ത് പിൻപറ്റിയതിന്റെ പ്രതിഫലം കിട്ടും, അഥവാ ആ നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് വെള്ളമില്ലാത്ത സമയത്ത് തയമ്മം ചെയ്ത് നിസ്കരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും. വീണ്ടും ഒളിവെടുത്ത് നിസ്കരിച്ചാലോ ഒളിവെടുത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലവും കിട്ടും, തയമ്മം ചെയ്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടും. ഇതാണ് ആ വിഷയത്തിലുള്ളത്. എന്തും നമുക്ക് അവിടെ സ്വീകരിക്കാം. അത് നമ്മുടെ ഇഖ്തിയാറാണ്, നമ്മുടെ തിരഞ്ഞെടുപ്പാണ്, നമ്മുടെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.